പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് കുട്ടി മരിച്ച സംഭവത്തിൽ ഡോക്ടർ അഞ്ജലി പൊതുവാളിന് പുറമെ പീഡിയാട്രീഷ്യൻ ആശ നിർമ്മൽ, പ്ലാസ്റ്റിക് സർജൻ ആരതി അന്തർജനം എന്നിവരെ കൂടി പ്രതി ചേർക്കുമെന്ന് പോലീസ് ഉറപ്പു നൽകിയതായി ബന്ധുക്കൾ. ഇതേ തുടർന്ന് ആശുപത്രിക്ക് മുന്നിലെ പ്രതിഷേധം അവസാനിപ്പിച്ചു. നീതി കിട്ടണ്ടേ? ഇനി ഒരു കുട്ടിക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. ഒരു മുറി പോലും ഇല്ല. ഇപ്പൊ നിങ്ങൾ പോയി നോക്കിയാൽ കാണും. ആ കുട്ടിയുടെ താടിക്ക് നോക്കിക്കഴിഞ്ഞാൽ മുറിയില്ല. നിങ്ങളെ ബന്ധു പറഞ്ഞിരുന്ന ഒരു സ്കെച്ച് പേന കൊണ്ട് ഒരു സ്കെച്ച് പേന അത്രയുമില്ല. ഈ കുട്ടീനെയാണ് ഈ പണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തത്. എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ച കേസ് നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ ഈ ഡോക്ടർക്കും ഈ മാനേജ്മെന്റിനെതിരെ കൃത്യമായ നടപടി ഉണ്ടാവണം. ഇനിയൊരു കുട്ടിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇവര്. CK വിജയൻ വിവരങ്ങളുമായി ചേരുകയാണ്. CK, കുഞ്ഞിനെ ചിത്രം കാണുമ്പോൾ തന്നെ സങ്കടമാണ്. കാത്തിരുന്ന് കിട്ടിയ കൺമണിയാണ് കുടുംബത്തിന് നഷ്ടമാവുകയും ചെയ്യുന്നത്. ഇപ്പോൾ എന്തുറപ്പിന്മേലാണ് അവർ പ്രതിഷേധം അവസാനിപ്പിക്കാൻ തയ്യാറായത്? 3 കാര്യങ്ങൾ സംബന്ധിച്ചാണ് ഇപ്പോൾ ഈ ബന്ധുക്കൾ മാനേജ്മെന്റുമായി സംസാരിച്ചത്. പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ച. അതിൽ കിട്ടിയ ഉറപ്പ് ഒന്ന്, ഈ മാനേജ്മെന്റിനെ ഇതിൽ പ്രതി ചേർക്കും എന്നുള്ളതാണ്, കേസിൽ പ്രതി ചേർക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു അനസ്തേഷ്യസ്റ്റിനെ എതിരെ മാത്രമായിരുന്നു ആദ്യം FIR ഉണ്ടായിരുന്നത്. എന്നാൽ അതിനു പുറമെ പീഡിയാട്രീഷ്യനും പ്ലാസ്റ്റിക് സർജൻസും അങ്ങനെ 2 ഡോക്ടറെ കൂടി, അങ്ങനെ ആകെ 3 ഡോക്ടറെ ഈ കേസിൽ കൊണ്ടുവരും, അന്വേഷണ പരിധിയിൽ കൊണ്ടുവരും. അതായത് അവർ കൂടി പ്രതിയാകും എന്നർത്ഥം. പിന്നെയുള്ളത്, സംസ്ഥാന സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിക്കുന്നുണ്ട്. ആ സമിതിയുടെ അന്വേഷണം. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഈ പ്രതിഷേധം കൊണ്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ കൊണ്ടും ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതിഷേധം നിർത്തുന്നതായി അവർ ബന്ധുക്കൾ പ്രഖ്യാപിച്ചത്. കാരണം കുഞ്ഞിനെ കൊണ്ടുള്ള ആംബുലൻസിനെ അവിടെ വെച്ചാണ് അവർ ഈ സമരം, ഈ ആശുപത്രിക്കെതിരെയുള്ള സമരം മുന്നോട്ട് കൊണ്ടുപോയത്. അത് അങ്ങനെ തുടരുന്നതിൽ ഒരുപാട് സമയം തുടരാൻ കഴിയില്ല എന്ന പ്രശ്നം കൂടി അവിടെ ഉണ്ടായിരുന്നു. ഏതായാലും ബന്ധുക്കൾക്ക് ഈ മാനേജ്മെന്റ് കൊടുത്ത ഉറപ്പ് പാലിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇപ്പോൾ ഈ സമരം അവസാനിപ്പിച്ചത്. പക്ഷേ ബന്ധുക്കൾ സംസാരിച്ചത്, പ്രത്യേകിച്ച് അച്ഛന്റെ അനുജൻ, അദ്ദേഹം ഒരു ഡോക്ടർ കൂടിയാണ്, ഈ സന്തോഷ് കുമാർ എന്ന് പറയുന്ന അജിത് കുമാർ. ഈ അജിത് കുമാറിന് കിട്ടിയ ഉറപ്പ് എന്ന് പറയുന്നത് ഇത് പാലിക്കപ്പെടുമെന്ന് അദ്ദേഹം കരുതുന്നു. അങ്ങനെ 100% ഉറപ്പൊന്നും അദ്ദേഹത്തിന്റെ ഉള്ളിലില്ല. ഏതായാലും അവർക്ക് ഇനിയൊരു സംഭവം ഈ ഇത്തരം ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഉണ്ടാകരുത് എന്നതാണ് അവർ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അങ്ങനെ വളരെ വിശാലമായ ഒരു സാമൂഹ്യ താല്പര്യം കൊണ്ടാണ് പ്രതിഷേധവും കാര്യങ്ങളൊക്കെയായി മുന്നോട്ട് വരുന്നത് എന്നുകൂടി അവർ പറയുന്നുണ്ട്. ഏതായാലും ഈ 3 ഡോക്ടർമാർക്കെതിരെ നടപടി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇത്രയും സമയമായിട്ടും അവരെ ആരെയും സസ്പെൻഡ് ചെയ്യുകയോ അവർക്കെതിരെ ആശുപത്രി തലത്തിലൊരു ഇന്റേണൽ നടപടിയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. മാനേജ്മെന്റ് അവരുടേതായ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ ചർച്ച സ്വാഭാവികമായും 2 DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ അതിന് ആ രീതിയിലൊരു ഉറപ്പുണ്ടാകും എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്.